അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം സൂറത്തുൽ മുർസലാത്ത് 39-40 സൂക്തങ്ങൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഇൻ കാന ലക്കും, നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കൈദുൻ, വല്ല കുതന്ത്രവും, ഫകീദൂൻ, അപ്പോൾ നിങ്ങൾ പ്രയോഗിച്ചു കൊള്ളുക. വൈലുൻ, നാശമാണ്, യൗമഇദിൻ, അന്ന്, ലിൽ മുക്കദ്ദിബീൻ, സത്യനിഷേധികൾക്ക്. നിങ്ങളുടെ വശം വല്ല കുതന്ത്രവുമുണ്ടെങ്കിൽ ആ തന്ത്രം അങ്ങ് പ്രയോഗിച്ചു കൊള്ളുക. അന്നാളിൽ സത്യനിഷേധികൾക്ക് കൊടിയ നാശനിയാവിൽ നമ്മുടെ ദൂതനെ പരാജയപ്പെടുത്താൻ, നമ്മുടെ സന്ദേശത്തെ തോൽപ്പിക്കാൻ ഒട്ടേറെ തന്ത്രങ്ങൾ ആവിഷ്കരിച്ച വലിയ കുതന്ത്രശാലികളായിരുന്നു നിങ്ങളെല്ലാവരും. ഇപ്പോൾ അങ്ങനെ ആവിഷ്കരിച്ച നിങ്ങളും നിങ്ങളുടെ മുൻഗാമികൾ അക്കാലത്തെ പ്രവാചകന്മാർക്കെതിരെ കുതന്ത്രങ്ങൾ ആവിഷ്കരിച്ചിരുന്നു. അവരും എല്ലാവരും ഒന്നിച്ചുണ്ട്. എല്ലാവരും കൂടി എന്തെങ്കിലും തന്ത്രം മെനയാൻ കഴിയുമെങ്കിൽ നിങ്ങൾ അതൊന്ന് ചെയ്യൂ. ആ തന്ത്രം അങ്ങ് പ്രയോഗിക്കൂ, ഒന്ന് കാണട്ടെ. എല്ലാവർക്കും മുന്നിൽ പരസ്യമായി വെല്ലുവിളിച്ച് നാണം കെടുത്തുന്ന ശിക്ഷയാണ് ഈ ഒരു സൂക്തം വഴി അള്ളാഹു സത്യനിഷേധികൾക്ക് നൽകുന്നതായി പറയുന്നത്. അതായത്, വാളുകൊണ്ട് വെട്ടിക്കൊല്ലുന്നതിനേക്കാൾ, തീയിലിട്ട് ചുട്ടുകൊല്ലുന്നതിനേക്കാൾ കഠിനതരമെന്ന് അഭിമാനികളെല്ലാം വിശ്വസിക്കുന്നതാണ് നാണം കെടുത്തലും മാനം കെടുത്തലും. ഇവിടെ സത്യനിഷേധികളെ അങ്ങനെ തന്നെ വളരെ പരസ്യമായി കോടാനുകോടി ജനങ്ങളുടെ മുന്നിൽ വെച്ച് എന്തുമാത്രം തന്ത്രങ്ങൾ കൈമുതലുള്ളവരായിരുന്നു നിങ്ങൾ. ഇവിടെ ഇതാ നിങ്ങളുടെ തന്ത്രങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പയറ്റി രക്ഷപ്പെടാൻ ശ്രമിക്കൂ എന്ന് അവരോട് പറയുന്നത്. അതോടൊപ്പം സത്യനിഷേധികൾ ഭൂമിയിൽ വെച്ച് സകല കുതന്ത്രവും പയറ്റി ഏത് സത്യവിശ്വാസികളെയാണോ പരാജയപ്പെടുത്തി ഞങ്ങൾ വലിയവരായി എന്ന് അഹങ്കരിച്ചത്, അതേ സത്യവിശ്വാസികൾ അവിടെ കേമന്മാരും ആദരിക്കപ്പെടുന്നവരുമായി കാണുന്നതോടെ ഇവരുടെ അപമാനം ഇരട്ടിക്കുകയും ചെയ്യും. ഇവിടെ അള്ളാഹു അവർ ഭൂമിയിൽ നടത്തിയ ശ്രമങ്ങളെ കൈദ്, കുതന്ത്രം എന്ന് പ്രയോഗിച്ചത് പ്രത്യേകം ശ്രദ്ധേയമാണ്. സത്യം അവർക്കറിയാമായിരുന്നു, സത്യദൂതനെ അവർ കൃത്യമായി മനസ്സിലാക്കിയിരുന്നു. പക്ഷേ ഭൂമിയിലെ തങ്ങളുടെ അധികാരവും നേതൃത്വവും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അഹംഭാവികളും അഹങ്കാരികളുമായി നിഷേധികൾ പ്രവാചകനെ നിഷേധിച്ചത്, തള്ളി പറഞ്ഞത്, തരാതരം സംശയങ്ങളും വിമർശനങ്ങളും ഉയർത്തി സത്യദീനിനെ നേരിട്ടത്. ഞങ്ങളുടെ ആശയം ശരിയാണെന്ന് ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പല സൂത്രങ്ങളും അവർ മെനഞ്ഞെടുത്തത്. അള്ളാഹു പറയുന്നു, അത്തരം സൂത്രശാലികളായ തന്ത്രശാലികളായ നിങ്ങൾക്ക് എന്തെങ്കിലും തന്ത്രങ്ങളും സൂത്രങ്ങളും ഉണ്ടെങ്കിൽ ഇവിടെയാണ് പ്രയോഗിക്കേണ്ടത്. കഴിയില്ല കേട്ടോ. കാരണം വൈലു യൗമഇദിൽ മുക്കദ്ദിബീൻ, സർവനാശത്തിലേക്കാണ് നിഷേധികളായ ആളുകൾ പോകുന്നത്. 7ാമത്തെ തവണയാണ് വൈലു യൗമഇദിൽ മുക്കദ്ദിബീൻ എന്ന ആയത്ത്. ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ദാൽ എന്ന അക്ഷരം ശ്രദ്ധയോടുകൂടി ഉച്ചരിക്കുക. ഫഇൻ കാന, സുക്കൂനുള്ള നൂന് ശേഷം കാഫ് വന്നിരിക്കുന്നു, മറച്ചു മണിക്കുക. ഇഖ്ഫാ. കൈദഫ, തൻവീന് ശേഷം ഫാ വന്നിരിക്കുന്നു, അവിടെയും അതേ നിയമമാണ്, മറച്ചു മണിക്കുക. ഇഖ്ഫാ. വൈലുയ്യ, തൻവീന് ശേഷം യാ വന്നു, കൂട്ടിച്ചേർത്ത് മണിച്ചു ഓതുക. ഇദ്ഗാം ബിഗുന്ന. യൗമഇദിൽ, തൻവീന് ശേഷം ലാം വന്നു, കൂട്ടിച്ചേർത്ത് മണിക്കാതെ ഓതുക. ഇദ്ഗാം ബിലാ ഗുന്ന. ഫഇൻ കാന ലക്കും കൈദുൻ ഫകീദൂൻ. فإن كان لكم كيد فكيدون. ويل يومئذ للمكذبين. ويل يومئذ للمكذبين. അല്ലാഹു സുബ്ഹാനഹു വതആല അന്ത്യനാളിൽ രക്ഷപ്പെടുന്ന നല്ല വിശ്വാസിഗണത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.